ഇസ്രായേലിലെ കെമിക്കൽ ഫാക്ടറികൾ യുദ്ധത്തിനിടയിലെ മരണക്കെണി. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ കെമിക്കൽ ഫാക്ടറിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു ഫാക്ടറി എന്നതിലുപരി ഇവ തകർന്നാൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമാണ്. എന്താണ് ഈ ഫാക്ടറിക്കുള്ളിൽ? എന്തുകൊണ്ടാണ് ഇവ യുദ്ധത്തിൽ ഇത്ര വലിയ ലക്ഷ്യമാകുന്നത്? നമുക്ക് നോക്കാം. ഇതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ കെമിക്കൽ കമ്മോഡൻ. ഇസ്രായേലിലെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ഹൈഫ പോലുള്ള നഗരങ്ങളിൽ ടൺ കണക്കിന് അമോണിയാണ് സംഭരിച്ചിരിക്കുന്നത്. കൂടാതെ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ, എഥിലീൻ, സൾഫൂറിക് ആസിഡ് തുടങ്ങിയ അപകടകാരികളായ ദ്രാവകങ്ങളും വാതകങ്ങളും ഈ ഫാക്ടറിയിൽ വലിയ ടാങ്കുകളായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ രാസവസ്തുക്കൾ സാധാരണഗതിയിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. കൃഷി, അമോണിയ പ്രധാനമായി ഉപയോഗിക്കുന്നത് വളം നിർമ്മാണത്തിനാണ്. സ്ഫോടക വസ്തുക്കൾ, നൈട്രജൻ സംയുക്തങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കുള്ള വെടിമരുന്നും സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇന്ധനം, പെട്രോ കെമിക്കൽ പ്ലാന്റുകൾ വിമാനങ്ങൾക്കും ടാങ്കുകൾക്കും ആവശ്യമായ ഉയർന്ന നിലവാരമുള്ള ഇന്ധനം ശുദ്ധീകരിച്ചെടുക്കുന്നു. വിഷാംശം, ജനങ്ങൾക്കുള്ള ഭീഷണി എന്താണ്? ഒരു മിസൈൽ ഈ ടാങ്കുകളിൽ പതിച്ചാൽ സംഭവിക്കുന്ന വലിയ ദുരന്തമായിരിക്കും. അമോണിയ പോലുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിൽ പടർന്നാൽ അത് ശ്വസിക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധമായ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കണ്ണു കാണാതാവുക, ചർമ്മം പൊള്ളുക, നിമിഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കുക എന്നിവയാണ് ഇതിൻ്റെ അപകടങ്ങൾ. ജനവാസ മേഖലയ്ക്കടുത്താണ് ഇവയെന്നത് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. അടുത്തത് സാമ്പത്തിക നഷ്ടം. സാമ്പത്തികമായി ഇസ്രായേലിൻ്റെ നട്ടെല്ലാണ് ഈ വ്യവസായങ്ങൾ. ഒരു ഫാക്ടറി തകരുന്നത് കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടം മാത്രമല്ല, ഇന്ധന വിതരണം തടസ്സപ്പെടുന്നതിലൂടെ ആ രാജ്യത്തെ ഗതാഗതവും വിപണിയും നിശ്ചലമാക്കാൻ ഇത് കാരണമാകും. യുദ്ധ സാഹചര്യം. യുദ്ധസമയത്ത് ഇത്തരം ഫാക്ടറികളെ ആക്രമിക്കുന്നത് ശത്രുപക്ഷത്തിൻ്റെ ഒരു തന്ത്രമാണ്. സൈനികമായ കരുത്ത് കുറക്കുന്നതിനേക്കാൾ ഉപരിയായി രാജ്യത്തെ ഒരു വലിയ പാരിസ്ഥിതിക സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ ഫാക്ടറികൾക്ക് ചുറ്റും ഒരുക്കിയിട്ടുള്ളത്. ഒരു ചെറിയ തീപ്പൊരിമതി ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുക. യുദ്ധം വെറും ആയുധങ്ങൾ തമ്മിലുള്ളതല്ല, അത് ഇത്തരം രാസായുധങ്ങളായി മാറാവുന്ന വ്യവസായശാലകൾ കൂടി ഉൾപ്പെടുന്ന വലിയ ചതുരംഗക്കളിയാണ്. ഈ വീഡിയോയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.